ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്തിൽ മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസിനെ ചോദ്യം ചെയ്യാൻ ഇഡി. വാഹനക്കടത്തിന് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് നീക്കം. വിശ്വദീപിന്റെ കൂട്ടാളികളെയും ചോദ്യം ചെയ്യും. ജിജീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ്? ഒപ്പം ഭൂട്ടാനിൽ നിന്നുള്ള ഈ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്തിൽ അന്വേഷണം ഇതുവരെ എവിടെ വരെയായി? ജിജീഷ് അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി ചേരും. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് അത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ. മുഖ്യ സൂത്രധാരനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ മലയാളത്തിന്റെ മിന്നും താരങ്ങളടക്കം ഇപ്പോഴും ഈ കുറ്റനിഴലിൽ അല്ലെങ്കിൽ ആരോപണ നിഴലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മുഖ്യ സൂത്രധാരനെ ചോദ്യം ചെയ്യുന്നതിലൂടെയാകും ഈ കേസിൽ മറ്റ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിലടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ്? അശ്വതി, കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വളരെ വിശദമായ ഒരു അന്വേഷണം കസ്റ്റംസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വാഹനക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടും രാജ്യാന്തര തലത്തിൽ നടന്നിട്ടുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും എല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിശ്വദീപിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. വിശ്വദീപും മറ്റ് 4 കൂട്ടാളികളും, അസം സ്വദേശികളായ 4 കൂട്ടാളികളുമായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ പിടിയിലായത്. നികുതി വെട്ടിച്ച് 500ഓളം വാഹനങ്ങൾ കടത്തിയെന്ന വിശ്വദീപ് നേരത്തെ പിടിയിലായപ്പോൾ കസ്റ്റംസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കസ്റ്റംസിന് നൽകിയ മൊഴി കൂടി പരിശോധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിൽ വിശദമായ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നിലവിൽ വിശ്വദീപ് റിമാൻഡിലാണുള്ളത്. ജയിലിലെത്തി പ്രാഥമികമായി ചോദ്യം ചെയ്യുക, ആവശ്യമെങ്കിൽ കോടതിയെ സമീപിച്ച് കസ്റ്റഡി ആവശ്യപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്ന് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത്. ഈ 4 പേരെ പിടികൂടിയത് SSB, ഒപ്പം തന്നെ ബംഗാൾ കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റ്, ഷില്ലോങ് കസ്റ്റംസ് എന്നിവയുടെ സഹായത്തോടെയായിരുന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പരിശോധനകൾ നടത്തിയതും ഈ ആളുകളെ 5 പേരെ പിടികൂടുകയും ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ED കൂടി വിശദാംശങ്ങൾ ശേഖരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിയ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതിന്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത്തരം വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനകൾ നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കസ്റ്റംസ് നടത്തിയിരുന്നു. വിവിധ താരങ്ങളുടെ വീടുകളിൽ അടക്കമായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നത്. ദുൽഖർ സൽമാന്റെ വീടുകളിൽ, കൊച്ചിയിൽ അടക്കമുള്ള വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. നിരവധി ആഡംബര വാഹനങ്ങൾ പല ആളുകളിൽ നിന്നായി അന്വേഷണ സംഘം ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ റേഞ്ച് റോവർ, ഡിഫൻഡർ, നിസാൻ പെട്രോൾ, ലാൻഡ് ക്രൂയിസസ്, ലെക്സസ് തുടങ്ങിയ SUV-കളായിരുന്നു പിടിച്ചെടുത്തത്. ഈ വാഹനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വാഹനങ്ങൾ അനധികൃതമായി രജിസ്റ്റർ ചെയ്യുന്നു എന്ന CIG റിപ്പോർട്ടിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ കസ്റ്റംസിന്റെ ഒരു അന്വേഷണം ആദ്യം ഉണ്ടാകുന്നത്. 1.5 വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഒരേ ചേസിസ് നമ്പറും ഒരേ എഞ്ചിൻ നമ്പറുമുള്ള വാഹനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നതായുള്ള CIG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതും. കോടികളുടെ ഇടപാടാണ് ഇത്തരത്തിൽ വാഹനക്കടത്തിലൂടെ, കള്ളക്കടത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. തുടർന്നായിരുന്നു പല സ്ഥലങ്ങളിൽ ഒരേ സമയം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം റെയ്ഡ് നടത്തിയത്. സമാനമായ നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടക്കുന്നത്. ഈ ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം വിശ്വദീപാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചതും മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചതും എന്നത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വദീപിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. ആദ്യം വിശ്വദീപിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഇയാളുടെ മറ്റു 4 കൂട്ടാളികളെ കൂടി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ വാഹനക്കടത്തിലെ മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതായത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ ED എന്ന് പറയേണ്ടി വരും. ജിജീഷാണ് കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.